കളങ്കാവൽ. കൊറോണയ്ക്ക് ശേഷമുള്ള മമ്മൂക്കയുടെ സിനിമാ സെലക്ഷനെ കുറിച്ച് ഞാൻ ഇനി പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല. പുള്ളി എല്ലാ പടത്തിലൂടെയും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ് ഇപ്പോൾ കളങ്കാവൽ എന്ന് പറയുന്നത്. നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ഇൻസിഡൻറ്റ്, ഇതൊരു ട്രൂ ഇൻസിഡൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഓൾറെഡി അറിയാം. ഇതാരാണ് ഈ കൊലപാതകം ചെയ്യുന്നത്, അങ്ങനെ ഇതിൻ്റെ അകത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഏറെക്കുറെ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. പക്ഷേ നമ്മളെ അത് 2.5 മണിക്കൂർ ഗ്രിപ്പിംഗ് ആയിട്ട് തിയേറ്ററിൽ പിടിച്ചിരുത്തണമെങ്കിൽ ഇതിൻ്റെ ടീം, ആക്ടേഴ്സ്, ഡയറക്ടറിങ്, അങ്ങനെ എല്ലാ ടീമും ഇത് എത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമ്മളൊന്ന് ആലോചിക്കണം. അതിൻ്റെ അകത്ത് ഏറ്റവും മെയിൻ പോസിറ്റീവ് മമ്മൂക്കയുടെ പെർഫോമൻസ് ആണ്. കാരണം പുള്ളി ഇതിനു മുമ്പ് ചെയ്ത ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഷാഡോ, അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും വരാത്ത രീതിയിലുള്ള പെർഫോമൻസ്. കാരണം നമ്മൾ സ്ക്രീനിൽ കാണുന്നത് ക്യാരക്ടറിനെ മാത്രമാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. അതേപോലെ തന്നെ വിനായകൻ ചേട്ടന് ഡീസൻറ്റ് പെർഫോമൻസ് ആയിരുന്നു. പിന്നെ മ്യൂസിക്, DOP, പിന്നെ ഡയറക്ടർ ആണെങ്കിലും ഡെബ്യൂ പടമാണ്. പുള്ളിയുടെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള മേക്കിങ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്കറിയാവുന്ന ഒരു ഇൻസിഡൻറ്റിനെ നമ്മൾ 2.5 മണിക്കൂർ തിയേറ്ററിൽ ഹോൾഡ് ചെയ്തിരുത്തുക എന്ന് പറയുന്നത് അത്യാവശ്യം റിസ്ക് ഉള്ള ഒരു പരിപാടിയാണ്. പുള്ളി അത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നമുക്കൊരു വീക്കെൻഡിൽ കാണാൻ പറ്റുന്ന ഒരു എന്താ പറയുക, ഒരു വർത്ത് വാച്ച് ഒരു പടമാണ് കളങ്കാവൽ. വേറെ പടത്തിൻ്റെ റിവ്യൂ കാണാം. അപ്പം ബൈ.